യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ദൈവവചനം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളിൽ ഈ വചനത്തിൻ്റെ വലിയ സഹായവും ഇടപെടലുകളും എന്നും ഉണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളിൽ, ഈ വചനം മുഴങ്ങുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ. ആരൊക്കെയാണോ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചത്, ആരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളത്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടൽ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. താല്പര്യത്തോടെ, സന്തോഷത്തോടെ, കൊതിയുള്ള ഒരു മനസ്സോടെ ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരനുഗ്രഹമായി മാറും. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ദൈവീക ഇടപെടൽ തന്നെ സംഭവിക്കാനിടവരും. പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ നമുക്ക് ഈ വചനങ്ങളെ കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഉള്ളതെല്ലാം എടുത്തോണ്ട് ശത്രു പോയി. എല്ലാം നഷ്ടപ്പെട്ടു. പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു യാത്ര പാതി വഴിക്ക് നിന്നുപോയി. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടെ തുടങ്ങിയതാണ്. പക്ഷെ അതൊന്നും ലക്ഷ്യത്തിലെത്താതെ പാതി വഴിക്ക് എല്ലാം നഷ്ടത്തിൽ ചെന്നങ്ങ് നിന്നു. കയ്യിലുള്ളതും പോയി, ഉണ്ടായിരുന്നതും പോയി, സൂക്ഷിച്ചതും പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വിഷമത്തിലാണോ നിങ്ങളിന്ന്? ഇന്നത്തെ അവസ്ഥ കണ്ട്, ഇന്നത്തെ നിങ്ങളുടെ ചില അവസ്ഥ കണ്ട് ചിലരൊക്കെ പറയും, എല്ലാം അവസാനിച്ചു. അങ്ങനെ പറയാൻ വരട്ടെ, അങ്ങനെ മുദ്ര കുത്താൻ വരട്ടെ, അങ്ങനെ ചിന്തിച്ച് നിരാശപ്പെടാൻ വരട്ടെ. നല്ല സമറിയാക്കാരനായ യേശു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നല്ല സമറിയാക്കാരനായ യേശു ഇന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കളഞ്ഞിട്ട് പോകുന്നവനല്ല ദൈവം. ഞങ്ങൾ നോക്കിയിട്ട് ദൈവത്തെ കാണുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. നമ്മൾ കാണുന്നില്ലേലും നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അവസ്ഥ കണ്ട്, ഇന്നത്തെ സാഹചര്യം കണ്ട്, ഈ നഷ്ടം കണ്ട് ഒപ്പം കൂടിയവരും പണ്ടുണ്ടായിരുന്നവരും സുഹൃത്ത് വലയത്തിലുള്ളവരും പ്രിയപ്പെട്ടവരും കുടുംബക്കാരും ചിലപ്പോൾ കളഞ്ഞിട്ട് പോകുമായിരിക്കാം, ഉപേക്ഷിച്ചിട്ട് പോകുമായിരിക്കാം. എന്നാൽ നല്ല സമറിയാക്കാരനായ യേശു എന്നെയും നിങ്ങളെയും ഏതൊരവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും കളഞ്ഞിട്ട് പോകുന്നവനല്ല, ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല, കൈവിട്ട് കളയുന്നവനല്ല. ദൈവം നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. 35-ാമത്തെ വാക്യം. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതിൻ്റെ പറഞ്ഞ അപ്രവശം എന്നാണെന്നറിയോ? ഇവൻ ഒരു കുറവും വരുത്തരുത്. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവോ നഷ്ടമോ ഉണ്ടോ? ഒരു കുറവും വരുത്താതെ എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കും, ഈ കല്യാണം എങ്ങനെ നടത്തും, ഈ വീട് പണി എങ്ങനെ പൂർത്തിയാകും, ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെ തീർന്നു കിട്ടും, ഈ ജപ്തി എങ്ങനെ മാറിക്കിട്ടും, ഈ സ്ഥലം എങ്ങനെ വിൽക്കാൻ പറ്റും. 100 കൂട്ടം കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്ന ഉത്കണ്ഠയുള്ളൊരു മനസ്സ് കാണുമായിരിക്കാം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വായിച്ചു കേട്ടോ, അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, ഒരു കുറവും വരുത്തരുത്.
മറ്റൊരു വാക്കി പറഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സമറിയാക്കാരനെ കാണാൻ പറ്റും. യേശു ആരാണ്? ഞാനും നിങ്ങളും വിശ്വസിച്ച് ആരാധിക്കുന്ന യേശു ആരാണ്? പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സ് തകർന്ന് ജീവിതത്തിൽ പല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഏറ്റെടുക്കുന്നവനാണ് ദൈവം. എന്തു നഷ്ടത്തിൽ തകർന്നു പോയാലും അവനെ എത്തേണ്ടിടത്ത് എത്തിക്കുന്നത് കണ്ടോ? അവിടെ എങ്ങാനും കിടക്കട്ടെ, എന്തേലും ആകട്ടെ, നമുക്കെന്നാ ഛേദം? നമ്മുടെ ആരും അല്ലല്ലോ, നമുക്കതിന് വേണ്ടാത്ത വയ്യാവേലിയൊന്നും എടുക്കണ്ട. ഇതൊന്നും ഇവിടെ കാണുന്നില്ല. മനുഷ്യൻ പറയും നിങ്ങൾക്കെന്നാ ഛേദം? അവിടെ എങ്ങാനും കിടക്കട്ടെ, വരുത്തി വച്ചതല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. സമറിയാക്കാരൻ അങ്ങനെയല്ല പറഞ്ഞത്. നല്ല സമറിയാക്കാരൻ അവനൊരു കുറവും വരരുത്. വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും വരാൻ ദൈവം സമ്മതിക്കില്ല കേട്ടോ. ഒരു കുറവും വരുത്താൻ ദൈവം സമ്മതിക്കില്ല കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ, മക്കളുടെ, കൊച്ചുമക്കളുടെ ജീവിത സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. എന്നെ കൈവിട്ട് കളയില്ല, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവില്ല, കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിച്ച് കടന്നു പോകില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും, സ്നേഹിക്കുന്നവർ പോലും ചില അവസ്ഥയിൽ നമ്മളെ കണ്ടാൽ മുഖം തിരിച്ച് കണ്ടിട്ടും കാണാത്ത പോലെ അങ്ങ് പോവും. കണ്ടാലും കാണാത്ത പോലെ, കേട്ടാലും കേട്ടിട്ടില്ലാത്ത പോലെ മൈൻഡ് ചെയ്യാതെ പോവും. ആരാണ് ദൈവം? ആരാണ് യേശു? നല്ല സമറിയാക്കാരുടെ ഉപമയിൽ ആരാണ് യേശു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥയിൽ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്ന ദൈവമല്ല, കണ്ടിട്ട് ആ അവസ്ഥയിലേക്ക് അടുത്തു വന്ന് നിനക്ക് വേണ്ടതൊക്കെ ചെയ്ത് നിന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ച് അവിടെ നിന്റെ കാര്യത്തിനൊരു കുറവും വരാതെ ഉത്തരവാദിത്വമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലെ അവനൊരു കുറവും വരരുത്. അവൻ എന്തേലും ആവശ്യം വന്നാൽ ഞാൻ വീണ്ടും വന്ന് തന്നുകൊള്ളാമെന്നും പറഞ്ഞ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സമറിയാക്കാരൻ തന്നെയാണ് ഈ നല്ല സമറിയാക്കാരൻ. യേശു തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു തരികയാണ്. ഈ ദിവസം ഈ പറഞ്ഞ വചനവുമായി ചേർത്ത് വച്ച് വിഷമിക്കുന്ന മനസ്സുകളുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരമെന്ന് വെളിപ്പെടുന്നത്, ചില സൗഖ്യത്തിൻ്റെ തലോടലുകൾ ലഭിക്കുന്നത്, ചില നന്മകൾ അനുഭവിക്കുന്നത്, ചില പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയെടുക്കുന്ന വിലപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതമുള്ള കരങ്ങൾ കാണാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരട്ടെ. ഏതെല്ലാം പ്രാർത്ഥനകൾക്കാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഏതെല്ലാം വിഷയങ്ങളാണോ നിങ്ങളുടെ മുമ്പിൽ ഇന്നുള്ളത്, അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് തള്ളിക്കളയില്ല ദൈവം. കളഞ്ഞിട്ട് പോകില്ല, ഉപേക്ഷിച്ച് കളയില്ല. ദൈവത്തിൻ്റെ അത്ഭുതമുള്ള കരങ്ങൾ നിങ്ങൾ കാണും. കർത്താവേ, അങ്ങയുടെ ശക്തമായൊരു ഇടപെടൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചു കൊണ്ടുവരിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അപ്പുറത്ത് നടന്നുകൊണ്ടായിരിക്കുന്നത്, ദൈവം പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത്, ദൈവം ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത്, ദൈവം കണ്ടുകൊണ്ടാണിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളെ ഓശാന ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച ഒത്തിരി അനുഗ്രഹമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. നാളത്തെ ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ. നാളെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ദിവസമാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഇന്നേ പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ള കുടുംബമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ യാത്രകളിലുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളിലുണ്ടായിരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറണമേ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വർദ്ധിച്ചു വരട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഹായം നിനക്ക് കിട്ടട്ടെ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ, ഉള്ളം കയ്യിലെന്ന പോലെ, കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹമുള്ളൊരു വചനമാണ് കേട്ടത്. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ ഓശാന ഞായറാഴ്ച എങ്കിലും 5:30 വചനങ്ങൾ കേൾക്കാൻ സാധ്യമായിടത്തോളം നമുക്ക് ഒരുമിച്ചായിരിക്കാം, ഒരുമിച്ച് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.